ചേട്ടാ, ആറന്മുളയിൽ നിന്നൊരു വാർത്തയാണ് വരുന്നത്. മന്ത്രി വീണ ജോർജ്, അതേപോലെ അവിടുത്തെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള വീണ ജോർജിനെതിരെ വ്യക്തി അധിക്ഷേപമാണ് ഫേസ്ബുക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഫേസ്ബുക്ക് പേജുകളും പോസ്റ്റുകളും ഒക്കെയാണ് ഇപ്പം പുറത്തേക്ക് വരുന്നത്. അത്തരത്തിലൊരു വ്യക്തി അധിക്ഷേപം കൊണ്ട് വീണ ജോർജിനെ തോൽപ്പിക്കാനുള്ളൊരു ശ്രമം എതിർ കക്ഷികൾ നടത്തുന്നു എന്നാണ് വീണയുടെ ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ വീണ ജോർജിന്റെ അണികൾ പറയുന്നത്. അപ്പൊ അത്തരത്തിലൊരു കാര്യം ആറന്മുളയിൽ നടക്കുന്നുണ്ടോ? അല്ല, ഇതൊക്കെ ഇത് ഈ പറയുന്ന പോലെ നമ്മൾ അല്പം മുമ്പ് സംസാരിച്ച പേരാമ്പ്രയിലെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ ഇപ്പോൾ CPM ഈ സൈബറിടങ്ങളിൽ ഈ കാണിക്കുന്നത്, ഇപ്പം പേരാമ്പ്രയിലെ കാര്യമാണ് എന്നുണ്ടെങ്കിൽ അതൊരു അനൗൺസ്മെന്റുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പം സൈബറിടങ്ങളിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ വ്യാജ ഐഡികളാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ വീണ ജോർജിനെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ വരുന്നു, വ്യക്തിഹത്യ എന്ന രീതിയിൽ എന്ന് പറയുന്നു. നമുക്ക് വിശ്വസിക്കാൻ ഒരു പ്രാപ്തമായ രീതിയിലാണെന്ന് വെച്ചാൽ ഇവർക്കെതിരെ പോസ്റ്റുകൾ തയ്യാറാക്കിക്കൂടെന്ന് ആര് കണ്ടു? ഇപ്പോൾ ഒരു തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് എന്തെല്ലാം പ്രിക്കോഷൻസ് എടുക്കാം. ഇപ്പൊ തോൽക്കും എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തെല്ലാം നിങ്ങൾ ചെയ്തു, ഞങ്ങളെ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്തില്ലേ, ഞങ്ങൾ അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ എന്നൊക്കെ പറയാമല്ലോ. അപ്പൊ അതിബുദ്ധി ഇവർക്കും കാണിക്കാം. ഇപ്പോൾ ഈ വ്യാജ അക്കൗണ്ടുകളാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം ഇതിൽ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു എതിർ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ ഇങ്ങനെ മന്ത്രിയായിരിക്കുന്ന, അതും ഒരു വനിത, ഇപ്പോൾ CPM രാഷ്ട്രീയത്തിൽ മറ്റേത് മന്ത്രിക്കും കൊടുക്കുന്നതിനേക്കാൾ ഒരു പ്രിഫറൻസ് CPM വീണ ജോർജിന് നൽകുന്നുണ്ട്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ആരെങ്കിലുമൊക്കെ എതിർ രാഷ്ട്രീയത്തിലുള്ളവർ അത് ചെയ്യുമെന്ന് ധരിക്കാൻ ഇത്തിരി പ്രയാസമാണ്. കാരണം പോലീസ് ഇതിനെക്കുറിച്ചുള്ള പോലീസിന്റെ സൈബർ വിഭാഗം ഇത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇത് വ്യാജ ID ആണെന്നാണ് അറിയുന്നത്. അപ്പൊ ഇത് അവരുടെ തന്നെ ആൾക്കാർ ഇതിന്റെ ഈ പറയുന്ന രീതിയിൽ ഇവരെ ആക്രമിക്കുന്നു എന്ന രീതിയിൽ ആക്കാനായിട്ട് കഥ ഉണ്ടാക്കില്ലെന്ന് ആര് കണ്ടു? ഇപ്പോഴത്തെ എല്ലാ ചെയ്തികളും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇവർ തന്നെയല്ലേ ഇവർക്ക് വേണ്ടിയുള്ള ഈ പണി എടുത്തോണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇപ്പോ ചേട്ടൻ പറയുന്ന അനുസരിച്ചാണെങ്കിൽ വീണ ജോർജ് സ്വന്തമായി തന്നെ, അല്ലെങ്കിൽ വീണ ജോർജിന്റെ സൈബർ ടീം വീണ ജോർജിന് സൈബർ ആകണമെന്നില്ല. അത് ഈ പറയുന്ന CPM എന്ന് പറയുന്ന പാർട്ടിക്ക് തന്നെ അങ്ങനെയുള്ള നിരന്തരം ആ മേഖലയിൽ പണിയെടുക്കുന്ന നിരവധി പേരുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വ്യക്തി അധിക്ഷേപം എന്ന് പറയുന്ന ട്രാക്കിലൂടെ പോയി ജനങ്ങളുടെ സിമ്പതി മേടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ആറന്മുളയിൽ ജയിക്കാം, അങ്ങനെ പോലും ജനങ്ങളുടെ സിമ്പതി പോലും കിട്ടുന്ന രീതിയിൽ അങ്ങനെ ഒരു ജയം പോലും അവർ പ്രതീക്ഷിക്കുന്നില്ല. ഇത് വെറുതെ ഒരു പുകമറ സൃഷ്ടിക്കാൻ മാത്രമേ അവരെ കൊണ്ട് കഴിയുള്ളൂ. കാര്യം അവർക്ക് മണ്ഡലത്തിൽ ജയസാധ്യത എത്രയാണെന്നുള്ള കാര്യം കേരളത്തിന്റെ കഴിഞ്ഞ മിനിസ്ട്രിയിലെ ഏറ്റവും മോശം പെർഫോമൻസ് ഉള്ള ഒരു മന്ത്രിയായിരുന്നു. അതിന്റെ കാരണം അത് അവരുടെ മാത്രം പിടിപ്പുകേടല്ല എന്നുള്ള കാര്യവും പൂർണ്ണമായി ബോധ്യമാണ്. അവരെ ഇപ്പോൾ മാറ്റാത്ത എന്തുകൊണ്ടാണ്? പാർട്ടി ഒരാളെ മന്ത്രിയായി നിയോഗിക്കുമ്പോൾ ആ മന്ത്രി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മന്ത്രിയാകുന്നതല്ല. പാർട്ടിയുടെ ഒരു മിഷണറി കൂടെ അവരുടെ കൂടെ കാണും. ആരായിരുന്നാലും X or Y, അത് CPIയിലായിരുന്നാലും CPMലായിരുന്നാലും വേറെ ഏത് പാർട്ടിയിലും. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പാർട്ടിയുടെ അമിതമായ കൈകടത്തൽ ഇവരുടെ കേസിൽ ഉണ്ടായിരുന്നു, ആരോഗ്യ വകുപ്പിലുണ്ടായിരുന്നു. അതാണ് ഇതിനെ സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായും നമ്മൾ പേരാമ്പ്രയിൽ നിന്ന് ഇത്തരം ഒരു വാർത്ത ഇതിനു മുൻപ് നമ്മൾ സംസാരിച്ചതാണ്. അപ്പൊ അവിടെ ജയിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് എതിർ സ്ഥാനാർത്ഥിക്കെതിരെ വർഗീയ അധിക്ഷേപം നടത്തുക, ആ ഒരു ട്രാക്ക് പിടിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അത് പക്ഷേ ഇത്തരത്തിലുള്ള മുഖങ്ങളില്ലാത്ത ആൾക്കാരൊന്നുമല്ല, കൃത്യമായി അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ തന്നെ ഈ വാഹനത്തിൽ നിന്ന്, പ്രചരണ വാഹനത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ആ ഒരു ഓഡിയോ പുറപ്പെടുവിച്ചു പോയിരുന്നത്. അപ്പോൾ അത് മുഖമില്ലാത്തതല്ല. ചിലപ്പോൾ പേരാമ്പ്രയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഫാത്തിക തഹ്ലിയയ്ക്ക് നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് കിട്ടി. അതിനു മുൻപ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജനവികാരത്തെ പിടിച്ചുകൊണ്ട് ഒരു ജയത്തിലേക്ക് പോകുക, അങ്ങനെയുള്ള ഒരുപാട് ഡ്രമാറ്റിക് ആയിട്ടുള്ള ഈ തിരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിലൊക്കെ വോട്ടുകളൊക്കെ മാറി മറിയാനൊക്കെ അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഇടത് സൈബറിടങ്ങളിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്തതുമാകാം, അല്ലെങ്കിൽ പിന്നെ മന്ത്രി വീണ ജോർജിനോട് വ്യക്തിപരമായി എതിർപ്പുള്ളവരായിരിക്കാം. ഇപ്പൊ രാഷ്ട്രീയത്തിൽ തന്നെ ഇത്തരം ചീപ്പ് പൊളിറ്റിക്സ് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവർ തന്നെ ഉപയോഗിക്കുന്നതാണോ അതോ ഇനി എതിർചേരിയിലുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നതാണോ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇപ്പൊ സ്വന്തമായിട്ട് ചെയ്യുന്നതാണെങ്കിലും ശരി, വേറുള്ളവർ ചെയ്യുന്നതാണെങ്കിലും ശരി, ഈ വ്യക്തി അധിക്ഷേപം നടത്തിക്കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗങ്ങളൊന്നുമില്ലല്ലോ. അല്ല, വ്യക്തി അധിക്ഷേപം എന്ന് പറയുന്നത് ഒരിക്കലും ഇങ്ങനെ ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് രംഗത്ത് പ്രയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ചീപ്പ്നെസ് ആണ്. അതൊരിക്കലും അത് ഒരു അഭികാമ്യമായ ഒരു സംഗതിയല്ല. അത് ചെയ്യുന്നത് ശരിയുമല്ല. അത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കേസും പ്രശ്നങ്ങളും ഉണ്ടാവും എന്നൊക്കെ തന്നെ അറിയാം. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരം ഫേസ്ബുക്ക് പോസ്റ്റും അതിൽ വന്നിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിന് വന്നിരിക്കുന്ന കമന്റുകളും ഒക്കെ തന്നെ ഇത് ഇവരുടെ സ്വന്തം പാർട്ടിയിലെ ആൾക്കാരെ ഇതൊക്കെ ചെയ്യുള്ളൂ. കാര്യം ഒന്ന് മനസ്സിലാക്കാനുള്ളത്, ഭരണത്തിലിരിക്കുന്ന
ഒരു ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ ഒരു മന്ത്രി മത്സരത്തിൽ വരുമ്പോൾ അത് ഒരു സ്ത്രീയാകുമ്പോൾ ഒരിക്കലും അത് അറിഞ്ഞുകൊണ്ട് ആരും ചെന്നൊരു ഇതിൽ പാമ്പിരിക്കുന്ന പൊത്തിൽ പോയി കൈ വെച്ച് കൊടുക്കത്തില്ല. അപ്പോൾ അത് അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ അവർ അന്വേഷിച്ച് പോയപ്പോഴത്തേക്ക് എന്താണ് കണ്ടിരിക്കുന്നത്? അതെല്ലാം വ്യാജ ഐഡികൾ എന്നാണ് കണ്ടിരിക്കുന്നത്. വ്യാജ ഐഡികൾ വെച്ച് കളിക്കാനാണെങ്കിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാര്യം അല്ലാതെ തന്നെ അവർക്കെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങൾ വെറുതെ ഉന്നയിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അല്ലാതെ തന്നെ അവർ ചെയ്ത കർമ്മ മേഖലയിൽ അവർ നോക്കിയിരുന്ന ആരോഗ്യ വകുപ്പിലെ കെടുകാര്യസ്ഥത മാത്രം മതി അവർക്കെതിരെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള ആരോപണത്തിന്. അത് അബിൻ വർക്കി നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും നീണ്ട ഒരു 5 വർഷം നമ്മുടെ മുൻപിൽ കാണുന്നുണ്ട്. ആ ഒരു 5 വർഷത്തെ വീണ ജോർജിന്റെ പ്രവർത്തനങ്ങൾ അവർക്ക് മുന്നോട്ട് വെച്ചിട്ട് വോട്ട് ചോദിക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ ആ ഒരു വികസനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പിഴവുകളെ അബിൻ വർക്കിക്കും അതേപോലെ അവിടുത്തെ BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനല്ലേ, അപ്പോൾ അദ്ദേഹത്തിനും അത്തരത്തിലുള്ള പ്രചരണ രീതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. അല്ലാതെ ഇത്തരം വ്യക്തി അധിക്ഷേപങ്ങൾ നയിച്ചുകൊണ്ട് അതിന്റെ ഒരു ആവശ്യമില്ല. കാരണം മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് ആവശ്യമില്ല. കാരണം അത്ര ഒരു ശ്രദ്ധാർഹമായിട്ടൊരു വകുപ്പായിരുന്നു വീണ ജോർജ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ഇവരുടെ മുൻപുള്ള ആരോഗ്യമന്ത്രിയെ വെച്ചിട്ട് വീണ ജോർജിന് ഒരുപാട് കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു KK ശൈലജ ടീച്ചർ. അത് മതിയായിരുന്നു. അതായിരുന്നു വീണ ജോർജിന്റെ ഏറ്റവും വലിയ ഒരു അടി എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ ഉള്ളിലെ തന്നെ താരതമ്യമായിരുന്നു അവരെ ഒരു നിലം പതിക്കുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുള്ളത്. അതേപോലെ നിരവധി വിഷയങ്ങളുണ്ട്. അല്ലാതെ ഇത്തരം സൈബർ ഇടങ്ങളിൽ പോയി വീണ ജോർജിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ അവരെ അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ വ്യക്തിഹത്യ ചെയ്യാനോ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ജനങ്ങളിലേക്ക് ഇനിയിപ്പോ ഇവർക്ക് ഉപകാരപ്രദമായിട്ടാണോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടാണോ എങ്ങനെ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വ്യത്യസ്തപരമായിട്ടുള്ള ആൾക്കാരല്ലേ ഈ സൈബർ ഇടങ്ങളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർ ഏത് രീതിയിലാണ് അതിനെ കാണുന്നത്? ഇപ്പൊ വീണ ജോർജിന് അനുകൂലമാണെങ്കിൽ അവരോട് സഹതാപം തോന്നി ചിലപ്പോൾ വോട്ട് ചെയ്യുമായിരിക്കും. അല്ലാത്ത നിഷ്പക്ഷവാദികളാണെങ്കിൽ എന്ത് വീണ ജോർജ് അവിടെ ചെയ്തു, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് അതിനെക്കാട്ടിലും ആറന്മുളയിൽ അവരുടെ മണ്ഡലമായതുകൊണ്ട് ആറന്മുളയിൽ എന്താണ് ചെയ്തത്, ഇതായിരിക്കും അവിടുത്തെ ജനങ്ങൾ നോക്കുന്നതല്ല. അതെ പൊതുവെയുള്ള എല്ലാ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടൊന്നുമല്ല ഇവിടുത്തെ അത് മാത്രമല്ല ഇതിനകത്ത് വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശബരിമല സ്വർണ്ണക്കൊള്ള വീണ്ടും ഇതിൽ വരുന്നുണ്ട്, ഇലക്ഷന് വീണ്ടും പൊങ്ങി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പത്തനംതിട്ടയിലാണ് ഇവർ മത്സരിക്കുന്നത്. അവിടെ വീണ്ടും ഇത് ചർച്ചയാകുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, വീണ ജോർജിനെ സംബന്ധിച്ച് അവർ പാർട്ടിയെ കൊണ്ട് ഈ ഇലക്ഷൻ എന്തൊക്കെ ചെയ്യാവുന്നുള്ളതെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. കാര്യം സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് ഈ പത്മകുമാർ എന്ന് പറയുന്ന ഈ പാർട്ടി അംഗത്തിനെ അവിടെ ആ ഇലക്ഷന്റെ ചുമതലകളിൽ നിന്നോ ആ ജില്ലയിൽ പോലും അദ്ദേഹം ഉണ്ടാകരുത് എന്ന രീതിയിൽ പറഞ്ഞു. അതിനുശേഷം ആ ഇലക്ഷൻ ചുമതലകൾ ഏൽപ്പിച്ചിരുന്ന മറ്റൊരു പാർട്ടി അംഗം അത് അദ്ദേഹം വെച്ചൊഴിഞ്ഞു പോയി. അപ്പോൾ ഇവർക്ക് സംശയം ഉണ്ടായിട്ടുള്ളവരെ എല്ലാം അവർ പാർട്ടിയെ ബോധിപ്പിച്ച് പാർട്ടിയുടെ മേൽഘടകം, ഇപ്പോൾ അവർ ജില്ലാ ഘടകത്തിലാണെങ്കിൽ ജില്ലാ ഘടകത്തിലെ ആൾക്കാരാണെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റിനെ സംസ്ഥാന ഘടകത്തിനെ ഇടപെടുത്തിക്കൊണ്ടാണ് അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ അത്രയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങൾ നീക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഈ പറയുന്ന രീതിയിൽ അവർക്കെതിരെ ഒരു നീക്കം വരുമ്പോൾ ഇവരുടെ പാർട്ടി അത് അന്വേഷിക്കാതിരിക്കില്ല. അന്വേഷിക്കുമ്പോൾ അത് വ്യാജ ഐഡിയ ആണ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു തന്ത്രം മാത്രം, വില കുറഞ്ഞൊരു തന്ത്രമാണിത്. കാര്യം അവർക്കെതിരെ ഇങ്ങനെ വ്യക്തിഹത്യ നടത്തുന്നു, അത് വോട്ട് കിട്ടാനുള്ള ഒരു ഭാഗമാക്കി എടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നു എന്ന് പറയുക, അതൊരു വാർത്ത ഉണ്ടാക്കുക എന്നൊക്കെയുള്ള രീതിയിലുള്ള അത് ഇവരുടെ തന്നെ ഒരു ശ്രമമാണ്. കാര്യം ഇവർ ഇപ്പോൾ എല്ലാം അങ്ങനെ ചെയ്യുന്നതെല്ലാം ഈ പടക്കം ചീറ്റിപ്പോകുന്ന പടക്കമായി പോവുകയാണ്.